എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്നാ? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ, മനസ്സിലിപ്പോ ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? ഇവിടെ പാടി ചോദിക്കും. ബേബിക്ക് വലിയ ഹെഡ് വെയിറ്റാ. നിന്നെയാണ് വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തത്. ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ? ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്ത് പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏയ് കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങൾക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന്. ചോദിച്ചെല്ലാം മേടിച്ചു തരോ? തരാം. എങ്കിലിനി എല്ലാം ഈ കുഞ്ഞിപ്പാത്ത് പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് പ്ലുമ്മെന്നൊരു ഒറ്റ ചാട്ടം. എന്നിട്ട് രക്ഷിതാത്ത ഇങ്ങനെ 2 കൈ കൊണ്ടും പൊക്കിയെടുത്ത് കരയിലിട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടിരിഞ്ഞ് നച്ചിത്തത്തെ പൊതിപ്പിച്ചു. അപ്പൊ നച്ചിയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാൻ എന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിപ്പോളാം. ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസ് പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടിക്കായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, 8:02 ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മള് ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? നോക്കിയേ, എന്താ ഇത്? എന്ത്? പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മേജിക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. ഉടുത്തലുങ്കി ഇത് കൊറേ ഉണ്ടല്ലോ. വേണോ?
ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. നോക്കിക്കോളാം. നോക്കിയാ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഏയ് മിസ്സിസ് മേനോൻ, അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകുണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയാ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്ക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാണോടാ കുത്തുന്നത്? കണ്ണി പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? വീട്ടിൽ യാതൊരു ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസികതയുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഞാനാ. നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അത് ഈ കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, എടപ്പാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവന് ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് 3 നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നുകൂടി വരും. വാന്നൊരു കാര്യം പറട്ടെ. എന്താ അത്ര സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരുമോ? അച്ഛൻ സംശയിച്ചത് ശരിയാ. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക, ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത് പ്രാന്ത്? അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ? എന്തല്ല അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളയും കുടലെടുത്തുകളയും. ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം നമ്മടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനാണ് കുത്തിയത്. യബൻ കുറച്ചു കാലം ഗോതമ്പുണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള് നിന്നെ നോക്കണം. കുഞ്ഞുമ്മക്കാനെ അല്ല നിന്നെ. കുഞ്ഞുമ്മക്കാനെ വിളിക്കണ നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ.
ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ ചെല്ലു. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹ് നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവമുള്ളതാണ്. പ്രേമം എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ്. ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? ആ അവൻ വരണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റേതിപ്പാ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ അല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ 2 പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ എത്തിയിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാഴ്സല് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പിൽ കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലാനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും അങ്ങനെയുണ്ട്. ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്താളെ എന്നിട്ടിരിക്കെ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ 2 പേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ട. തല്ലണം. താഴേക്ക് ഡൗൺ. പോട്ടെ പോട്ടെ. ഓക്കെ. ഇടി കൊണ്ടപ്പോ വെയിറ്റ് കൂടിയാ. അവന്റെ അച്ഛനെയും ഒന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ നിക്കടാ. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത്
പാരാ 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ തനച്ചു. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.